കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കും എന്ന് വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ അതെ, ലോകത്ത് ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടുകൂടി ഇസ്ലാം ജനമനസ്സിൽ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അതിന്റെ അസ്തമാനത്തിലേക്ക് അതിവേഗം ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മലർപ്പൊടിക്കാരന്റെ കേവല സ്വപ്നം മാത്രമല്ല. ഇങ്ങനെ സ്വപ്നം കണ്ട ഒരുപാട് പേര് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. സൽമാൻ റുഷ്ദി സാത്താനിക് വേഴ്സസ് രചിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനൊരു കിനാവ് കണ്ടിരുന്നു. ലജ്ജ എന്ന പുസ്തകം എഴുതുമ്പോൾ വിപ്ലവാത്മകമായ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് തസ്ലീമ നസറിനൊക്കെ വിചാരിച്ചത്. ഇങ്ങനെ സ്വപ്നം കണ്ട് പലരും പല രചനകളും നടത്തി. ആ പുസ്തകാനന്തരം ജനമനസ്സുകളിൽ നിന്ന് അവരൊക്കെ അപ്രതീക്ഷിതമായി എന്നല്ലാതെ ഇസ്ലാം അതിന്റെ യശസ്സോടുകൂടി തനിമയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു. ഇന്റർനെറ്റ് വ്യാപനത്തോടുകൂടി ഇസ്ലാം അസ്ഥിരപ്പെടുകയാണോ അല്ല ജനമനസ്സിൽ സ്ഥിരപ്പെടുകയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സെർച്ച് നിങ്ങൾ ചെയ്യേണ്ട. ഇതിന്റെ താഴെ ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യർ, എങ്ങനെല്ലാം ജീവിച്ച മനുഷ്യർ, ഏതെല്ലാം തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകാതെ അങ്ങനെ വിഹരിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം വെറും ഒരു പൂമ്പാറ്റയെ പോലെ മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. കള്ളു കുടിച്ച് പെണ്ണുപിടിച്ച് കൂത്താടി ഗായകരായും ഉല്ലസിച്ചുമൊക്കെ ജീവിച്ച മനുഷ്യർ അവര് ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം മനുഷ്യർക്ക് സ്വതക്കയായി ദാനമായി കൊടുക്കുന്നു. അവരെ മാതാപിതാക്കളെ അങ്ങേയറ്റം പരിചരിക്കുന്ന നല്ല മനുഷ്യരായി മാറുന്നു. ഭൂമിയിലൂടെ നടക്കുമ്പോൾ പോലും എളിമയുടെയും ആ വിനയത്തിന്റെയും ഏറ്റവും പാരമ്യമായ അർത്ഥതലങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് അവർ കാണിച്ചു തരുന്നു. എത്ര ഉദാഹരണങ്ങൾ. ബോക്സിംഗ് താരം മുഹമ്മദ് അലിയെ മാത്രം നമ്മൾ ഇവിടെ ഉദ്ധരിച്ചാൽ മതി. അതിനപ്പുറം ആരിഫ് ഹുസൈനോട് എനിക്ക് സരളമായി ചോദിക്കാനുള്ളത്, ഈ ഞങ്ങളെല്ലാം മതം ഉപേക്ഷിച്ച് ലോകത്തുനിന്ന് ഈ ഇസ്ലാം അങ്ങ് സ്ഥിരപ്പെട്ടു പോട്ടെ, ഓക്കെ ശരി, ബദൽ സംവിധാനം, ഇവിടെ മാനവിക മൂല്യങ്ങൾ നിലനിൽക്കാൻ ബദൽ സംവിധാനം എന്താണ്, എന്ത് പ്രത്യയശാസ്ത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഞാനിങ്ങനെ ആലോചിച്ചു പോയി. 2025 പിറന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ 100 കണക്കിന് കൊലപാതകം ഈ കേരളക്കരയിലുണ്ടായി. അതിനെ അധികരിച്ചുകൊണ്ട് ഒരു വീഡിയോയെങ്കിലും പൊതുസമൂഹത്തിന് ഒരു അവയർനെസ് വീഡിയോ, സമൂഹം സമുദ്ധരിക്കപ്പെടാൻ വേണ്ടി ജനമനസ്സിൽ വലിയ മാനവികതയുടെ സന്ദേശം ഉണർത്തിക്കൊണ്ട് അവരെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങയുടെ പക്ഷത്തുനിന്നുണ്ടായോ? എങ്ങനുണ്ടാകും? എന്തു പറഞ്ഞ് ഈ മനുഷ്യരെ ഹൃദയത്തെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയും? എന്നാൽ സകല തെമ്മാടിത്തരവും കാണിച്ച് ഭൂമിയിൽ അഹങ്കരിച്ച് നടന്ന മനുഷ്യരോട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വലാ തംശീ ഫിൽ അർദി മറഹ, നീ ഭൂമിയിലൂടെ അഹങ്കരിച്ചൊന്നും നടക്കണ്ട, നീ എളിയവനായി നടക്ക്. ഈ ഭൂമി മുഴുവനും പ്രകാശം പരത്തുന്ന സൂര്യനല്ല നീ, ചന്ദ്രനല്ല നീ, അനന്തകോടി നക്ഷത്രങ്ങളിൽ ഒന്നുപോലെയല്ല നീ, താരങ്ങളല്ല നീ, ഭൂമിയോ ആകാശവും അല്ല നീ. അങ്ങനെ നിസ്സാരനായ നീ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കണ്ട. അനേകായിരം സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് നീ. അതുകൊണ്ട് ഭൂമിയിലൂടെ നീ സാവധാനം നടക്കൂ. ആ മനുഷ്യർ ആ സൃഷ്ടാവിന്റെ കൽപ്പന നെഞ്ചോട് ചേർത്ത് ഏറ്റവും ഉദാത്തരുമായ മനുഷ്യ സമൂഹമായി അവർ മാറി എന്നുള്ളതാണ്. കേരളത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ചാവാലി മുസ്ലിമീങ്ങളെ കണ്ട്, ഏതെങ്കിലുമൊക്കെ വിദ്വേഷികളെ കണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ തോന്നിവാസികളായിരുന്ന മനുഷ്യർ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം നെഞ്ചോട് ചേർത്ത് ഏറ്റവും നല്ല ഉദാത്തരുമായ മനുഷ്യരായിട്ടുണ്ട്. ഇന്ന് കേരളക്കരയിൽ നമുക്കെല്ലാം അറിയാം, സഹജീവി സ്നേഹം കൊണ്ടും സാമ്പത്തികമായ ഉദാരത കൊണ്ടും പലരും ഏറെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരാളാണ് എം എ യൂസുഫ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രയും സമ്പത്തുകൾ ചെലവഴിക്കുന്നത്? അദ്ദേഹം ലളിതസുന്ദരമായി പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ നിശ്ചിതമായ തുക മറ്റുള്ളവരിലേക്ക് ഞാൻ ദാനം ചെയ്തില്ല എങ്കിൽ എന്റെ മണി വൈറ്റ് ആകൂല, ബ്ലാക്ക് ആകുമെന്ന്. എത്ര നാളുകൊണ്ട് യൂട്യൂബിൽ വിദ്വേഷം പറഞ്ഞ് എന്തെല്ലാം സമ്പാദിക്കുന്നു. സമൂഹത്തിന് എന്ത് ഗുണമാണ് ആരിഫ് ഹുസൈൻ ചെയ്തത്? എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളുടെയും ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതല്ലാതെ സമൂഹത്തിന് ഏതെങ്കിലും ഗുണകരമായ അനുചിതമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ അങ്ങ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു? രാവും പകലും ഇസ്ലാമിനെ എതിർക്കുന്നു, വിമർശിക്കുന്നു, പരിഹസിക്കുന്നു അല്ലാതെ എന്തെങ്കിലും ഒരു മനുഷ്യ മനസ്സിൽ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നാളെ ഞാൻ മദ്യപാനം അവസാനിപ്പിച്ചു, നാളെ ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മ ഞാനിത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇന്നുവരെ തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്റെ മാതാപിതാക്കളെ തീരെ നോക്കാത്തവനാണ്. നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ട് നാളെ മുതൽ അവരോട് ക്ഷമ പറഞ്ഞ്
അവരെ വേണ്ട രൂപത്തിൽ ഞാൻ പരിചരിച്ചിരിക്കും എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനുണ്ടോ? നിങ്ങളുടെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചൊരു മനുഷ്യനുണ്ടോ ലോകത്ത്? ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നെങ്കിലും ഒരിക്കലും ആരും ചിന്തിക്കണം, എന്റെ വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ, അവൻ ഭൂതകാലത്ത് ചെയ്ത എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ പാതയിലായി ഒരു മനുഷ്യന് ദ്രോഹം ചെയ്യാതെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായി ജീവിക്കാൻ എന്റെ വാക്ക് പ്രേരകമായിട്ടുണ്ടോ എന്ന് ഒരിക്കലും ചിന്തിക്കൂ. ചില പ്രഭാഷണങ്ങളുടെ ശകലങ്ങൾ, വിശുദ്ധമായ ഖുർആന്റെ ചില വചനങ്ങൾ ചില മനുഷ്യരുടെ ഹൃദയത്തിൽ ആന്തോളനം സൃഷ്ടിച്ചപ്പോൾ അവർക്കുണ്ടായ പരിവർത്തനം എന്തായിരുന്നു എന്നതിന്റെ നേരുദാഹരണമാണ് കാറ്റ് സ്റ്റീവൻ എന്ന യൂസുഫ് ഇസ്ലാം. പാതിരാവിന്റെ യാമങ്ങളിൽ നിശാ ക്ലബ്ബുകളിൽ വേശ്യ പെണ്ണുങ്ങളോടൊപ്പം നൃത്തം ചെയ്തും കുടിച്ചും കൂത്താടി നടന്നൊരു മനുഷ്യൻ, സമൂഹത്തോടോ ജീവിതത്തോടോ കുടുംബത്തോടോ യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ സൂറത്ത് യൂസുഫ് വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈമാനവികമായ ആന്തോളനം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് ആ മനുഷ്യൻ എന്തായി തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രമെന്നു എന്നെങ്കിലും കിട്ടുമെന്ന് വായിച്ചു. പലപ്പോഴും ഈയല് പോലെ നിന്ന് വിറക്കാറുണ്ട് പ്രാർത്ഥനാ വേളകളിൽ. പലപ്പോഴും ഒറ്റക്കിൽ നിന്നിങ്ങനെ കരഞ്ഞ് തന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഉതിർന്നു വീഴാറുണ്ടായിരുന്നു തന്റെ ഭൂതകാലത്തെ ഓർത്തിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്തു. തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെല്ലാം ചേർത്ത് പിടിച്ചും ഈ ജീവിതം ഇവിടുന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ ആസ്വദിച്ച് വിട പറഞ്ഞു പോയ മനുഷ്യരാണ്. ഇതാണ് മനുഷ്യ സമൂഹത്തിന് പരിശുദ്ധമായ ഇസ്ലാമും ഖുർആനും ഒക്കെ ഉണ്ടാക്കുന്ന പരിവർത്തനം. അങ്ങനെ എന്തെങ്കിലും ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായി ഏത് മനുഷ്യനെയാണ് നന്നാക്കിയത്, ഏത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ആന്തോളനം സൃഷ്ടിച്ചത്, ഏത് മനുഷ്യനെയാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഈ സമൂഹത്തോട് എനിക്കൊരു ബാധ്യതയുണ്ട്, എന്റെ കുടുംബത്തൊരു ബാധ്യതയുണ്ട് എന്ന് ഏത് മനുഷ്യനാണ് തോന്നിയിട്ടുള്ളത്? സ്വന്തം വയറു വീർത്തു എന്നുള്ളതല്ലാതെ, സ്വന്തം സാമ്പത്തികമായി വികസിച്ചു എന്നുള്ളതല്ലാതെ ആർക്കെന്ത് ഗുണമുണ്ടായി? അതുകൊണ്ട് ആരിഫ് ഹുസൈനോട് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാം ഒന്നും ആകണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഇസ്ലാം വെറുപ്പ് നിങ്ങൾ എങ്ങനെ അനുസൂദ്യം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വല്ലപ്പോഴും കൂടി ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന, നിങ്ങളെ കേട്ടിരിക്കുന്ന കൃസംഗികളായ ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ സംഘികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ മനസ്സിൽ എല്ലാവരോടുള്ള പകയൊക്കെ മാറ്റി മനുഷ്യത്വത്തിന്റെ മൂല്യവും നന്മയും ഉപദേശിച്ചു കൊടുത്ത് പരസ്പരം സ്നേഹിക്കാൻ ഒരു വാക്കെന്ന് പറയണോ? നിങ്ങൾ പറയില്ല എന്നറിയാം. കാരണം ഈ വെറുപ്പാണ് നമ്മുടെ യൂട്യൂബിന്റെ വരുമാനം എന്നുള്ളത്. ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ ഇത്രയും വലിയ സമ്പത്ത് ഒന്നിച്ചു കൂട്ടാൻ ഇതിനേക്കാൾ നല്ല മാർഗമില്ല. ഇസ്ലാം വെറുപ്പ് അതിന്റെ അനുവാചകരും അതിന്റെ ശ്രോതാക്കളെ പോലെയും വേറെ ഒരു മതത്തെ വിമർശനം ഉണ്ടാകത്തില്ല എന്നുള്ള ബോധ്യമുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം അതൊക്കെ തിരിച്ചറിയുമെന്നുള്ള ബോധ്യം വേണം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാം ലോകത്ത് അസ്ഥിരപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കമ്മിങ് സൂൺ. കണ്ടതിനേക്കാൾ വലുതൊക്കെ ഇനി നമുക്ക് ജീവിതത്തിൽ കാണാനിരിക്കുന്നു ഇൻഷാ അല്ലാഹ്.